നമസ്കാരം. PSC 10th പ്രിലിംസ് ഈസി ആയിട്ട് പാസ്സാവുന്ന കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിന് 20 മാർക്ക് ഉണ്ടെങ്കിലും 20 മാർക്കും സ്കോർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാത്സ് അത്യാവശ്യം നിങ്ങൾ മാത്സിന് വീക്ക് ആണെങ്കിൽ ഒരു 15 മാത്സ് എത്തുന്ന രീതിയിലോട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. നിങ്ങൾ മാത്സിന് സ്ട്രോങ് ആണെങ്കിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ചുള്ള കറണ്ട് അഫയേഴ്സിന് ഒരു മാർക്ക് പോലും പോകാതെ നോക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം. ആ ഒരു മാർക്ക് ചിലപ്പോൾ മാർക്ക് പോയെന്നിരിക്കാം, പക്ഷേ കിട്ടുന്ന മാക്സിമം മാർക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് അതിനുവേണ്ടി ഒരു മാർക്ക് പോലും കളയാതിരിക്കാനായിട്ട് നോക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും മാർക്ക് പോകുന്ന ഏരിയയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കി വരുന്ന GKയിൽ നിങ്ങൾക്ക് ഒരുപാട് ഇറേഴ്സിന് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിടാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 മാർക്ക് 62 മാർക്ക് 65 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലൈസേഷൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. പ്രിലിംസിന് നോർമലൈസേഷൻ കൂടി ചേർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഒരു 75-ൻ്റെ മുകളിലോട്ടും ഒക്കെ പോകും. നിങ്ങൾക്ക് ഒരു 65 മാർക്ക് 62 ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ GK എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 15 മാത്സും ഒരു 10 കറണ്ട് അഫയേഴ്സൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള GKയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു 10-20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത ശേഷം 10th ലെവൽ പ്രിലിംസിൻ്റെ ലെവൽ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു എക്സാമിലോട്ട് കടക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എക്സാംസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ 10th ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സാം എല്ലാ ടൈമിനുള്ളത് എഴുതി തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.